ഹലോ, അപ്പോൾ അതേ 31 കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ നേരെ ചായ കുടിച്ച് നേരെ സ്പോട്ടിലേക്ക്. ഇപ്പോൾ സ്പോട്ട് അവിടെ ആണല്ലോ, വേറെ കൊല്ലം നമ്മുടെ ദുബായിൽ തന്നെയുള്ള ഗ്ലോബൽ വില്ലയാണ് കേട്ടോ സ്പോട്ട് വരുന്നത്. അപ്പോൾ റംദാൻ പ്രമാണിച്ച് നല്ല അടിപൊളി ഒരു ഓഫർ നടപ്പുണ്ട് അവിടെ. മക്കളെ വേറെ ഒന്നുമല്ല, 30 റംസിന് ഫാമിലി അടക്കം 4 പേർക്കാണ് എൻട്രി ചെയ്യാൻ പറ്റും. ആ ടിക്കറ്റ് എടുക്കാനുള്ള പോക്കാണ് നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് നേരെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ മോനെ കിട്ടില്ല ആംബിയൻസിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഒറ്റക്കൊമ്പൻ ഇവനാണ് ഹൈലൈറ്റ്. ഇത് അപ്പോൾ മോനെ ഇവൻ വരുന്ന വേറെ കൊല്ലം നമ്മുടെ ഇന്ത്യയുടെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. ഇവൻ്റെ നിപ്പ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സെറ്റപ്പിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ഫോട്ടോ എടുത്ത് നമ്മൾ നേരെ ഗാർഡനിലോട്ട് പോയി. കൊച്ചിൻ്റെ കുറച്ച് സ്റ്റില്ല് എടുക്കണമായിരുന്നു. കൊച്ചിൻ്റെ സ്റ്റില്ലും എടുത്ത് അവിടുന്ന് നേരെ ചൈനയിൽ നിന്ന് പിന്നെ നേരെ ആഫ്രിക്കയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മോനെ ആനക്കൊമ്പ് കണ്ട് പിന്നെ നോക്കിയപ്പോൾ മുതലയുടെ തോല് വെച്ചുണ്ടാക്കിയ ബെൽറ്റ്, അത് കഴിഞ്ഞപ്പോൾ ചേരയുടെ തോല് വെച്ചുണ്ടാക്കിയ പേഴ്സ്. അവിടുന്ന് നേരെ ആഫ്രിക്കയുടെ എൻട്രൻസിലോട്ട്. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് പിന്നെ ക്യാമറമാൻ പിന്നെ ഫോട്ടോ എടുപ്പ് പോയി. പിന്നെ അവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ മൊത്തം റൈഡിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് പൈസ കൊടുത്ത് അതിനകത്ത് ചീത്ത വിളിക്കുന്നതാണ് എനിക്ക് കേൾക്കാൻ കഴിച്ചത്. ആ കറങ്ങ് കഴിഞ്ഞപ്പോൾ വേറൊരു കറക്കം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ തായ്ലാൻഡിൽ ചെന്ന് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ നേരെ മാംഗോ ജ്യൂസ് കുടിച്ച് അവിടെ നിന്ന് നോക്കിയപ്പോൾ പഴക്കള് തൂക്കിയിട്ടേക്കുന്നില്ല, കാർ തൂക്കിയിട്ടേക്കുന്നു. നോക്കിയപ്പോൾ ഒരു മോൺസ്റ്റർ ട്രക്കും കൂടി ഇരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഫുഡും കഴിച്ചിട്ട് നമ്മൾ പാർക്കിലൊക്കെ ഇരുന്ന് സൊറവാറ് കഴിച്ച ക്ഷീണം മാറാനായിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് കണ്ടുപിടിച്ച സ്ഥലം ഇതാണ്. അപ്പോൾ റെസ്റ്റ് എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജാക്കറ്റ് മേടിക്കാൻ പോയപ്പോൾ രോമം വെച്ചുണ്ടാക്കിയ നല്ല ഒറിജിനൽ ജാക്കറ്റ് ആണെന്നാണ് അവർ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ടർക്കിയിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താജ്മഹൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈജിപ്തിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളതെല്ലാം കണ്ട് ആസ്വദിച്ച് കൂടുതൽ ആൻറ്റിക് പീസ് പോലത്തെ അങ്ങനത്തെ കുറേ കളക്ഷൻസ് ആണ്. ആ കാഴ്ചകളെല്ലാം കണ്ട് പോകുന്ന വഴിക്ക് ഇതേണ്ട പാട്ടും കൂത്തുമായിട്ടൊരു മേളം തന്നെ വരുന്നത്. അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എന്തോ കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് പറ്റിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി റൂമിൽ ചെന്ന് കയറി കിടന്നു കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.